Very good evening and welcome to Comedy Masala. കോമഡി മസാലയുടെ ഭാഗമാവാൻ വേണ്ടി ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓഡിയൻസ് ശിവനഗറിൽ നിന്നുള്ള ഓഡിയൻസ് ആണ്. അപ്പോൾ അവരെയാണ് നമ്മൾ ആദ്യം തന്നെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. യു ആർ വെൽക്കം. ഇനി എൻ്റെ കൂടെ ഇവിടെ സ്റ്റേജിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടുപേരെ കൂടെ വിളിക്കാനുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ പ്രിയങ്കരരായ താരങ്ങൾ ബിനു അടിമാലി ആൻഡ് ഉല്ലാസ് പന്തളം. സോ ഉല്ലാസ് ചേട്ടാ ആൻഡ് ബിനു ചേട്ടാ, സ്വാഗതം രണ്ടുപേർക്കും കോമഡി മസാലയിലേക്ക്, നമ്മുടെ ഷോയിലേക്ക്. ഒരുപാട് സ്റ്റേജുകൾ ചെയ്തിട്ടുള്ള ആളുകളാണ് നിങ്ങൾ രണ്ടുപേരും. അപ്പോൾ ഇതും ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു സ്റ്റേജാണ്. അപ്പോൾ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു സ്റ്റേജ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ട്, ഒരു കഥ? ഓരോ സ്ഥലങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ നമ്മൾ പ്രോഗ്രാമിന് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ പറയും, ചെന്ന് പ്രോഗ്രാമിന് ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ചെല്ലുമ്പോൾ പ്രോഗ്രാം മോശമാക്കോ എന്ന് കരുതിയിട്ട് ആര് പറഞ്ഞേ, അതേ ഈ സ്ഥലം അത്ര നല്ലതല്ല. അപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, അതിന് ഞങ്ങൾ സ്ഥലം മേടിക്കാൻ വന്നതല്ല. അതുപോലെ തന്നെ ഞാൻ കലാഭവനിൽ പ്രോഗ്രാം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പിന്നെ പ്രോഗ്രാം സ്ഥലത്ത് എത്തി. അപ്പോൾ ഒരു ചേട്ടൻ വന്നു, എന്നിട്ട് അതേ അച്ചായൻ്റെ പേര് കളയരുത് കേട്ടോ. അപ്പം ഏതച്ചായൻ? ആബേലച്ചായനെ. അപ്പൊ നമുക്ക് ശരിക്കും നമ്മുടെ എപ്പിസോഡിലേക്ക് കടക്കാം. സിനിയുടെ പുതിയ രസക്കൂട്ടുമായി വേദിയിലേക്ക് നിന്നു ടീം സൂപ്പർ ജോക്കേഴ്സ്. ആരുല്ലേ? പട്ടിയെ കെട്ടിയാ? ആ പട്ടി കെട്ടിയില്ലടാ. നിന്റെ നല്ല വല്ല ആലോചന ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ, നമുക്ക് നോക്കാം. ചേച്ചി പട്ടി കടിക്കുമെന്നാ ചോദിച്ചാ? കടിക്കൂല, പിടിച്ച് ഉമ്മ വയ്ക്കും. ചേച്ചി ഞാൻ ഇങ്ങോട്ട് വന്നാലേ പട്ടി അങ്ങനെ വന്നാലേ കടിക്കൂലേ? ഓ, നിനക്ക് അത്രയ്ക്ക് പേടിയാണെങ്കിൽ നീ അടുക്കള വഴി വാ. ശരി ചേച്ചി. അവിടെ കിടക്കണ പട്ടി നിന്നെ ചഞ്ഞാ പിന്നെ കടിച്ചോളൂ. ചേച്ചി അയ്യോ, സുഖമായിരുന്നാടാ. എത്ര വർഷമായി ചേച്ചി നമ്മൾ കണ്ടിട്ട്? നിങ്ങൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് താമസം മാറ്റി നമ്മുടെ ഒരു വാക്ക് പറയണ്ടേ? നമ്മളൊരു കുടുംബം പോലെ കഴിഞ്ഞല്ലേ ചേച്ചി? ചേട്ടനൊക്കെ സുഖമായിട്ടിരിക്കുന്ന? ഓ, ചേട്ടന്റെ കാര്യമൊന്നും പറയാതിരിക്കണേന് നല്ലത്. അതല്ലേ ചേച്ചി, ഞാൻ അവിടെ നിന്ന് കോളിംഗ് ബില്ല് എത്ര നേരം അടിച്ചു. അന്ന് ചേച്ചി വന്ന് തുറക്കത്ത? എടാ, എന്റെ വീട്ടിൽ കുറച്ചൊക്കെ ഇലക്ട്രിക്കൽ പണി നടത്തിയിട്ടുണ്ട്, പക്ഷെ ഇതുവരെ കറണ്ടിന്റെ കണക്ഷൻ കിട്ടിയിട്ടില്ല. ആ ചേച്ചി, ഓ, ഒന്നും പറയണ്ടടാ. പണ്ട് എന്റെ ചേട്ടാ ഇലക്ട്രിക്കൽ പണിയെന്ന് പറഞ്ഞങ്ങ് ഗൾഫിൽ പോയ ചരിത്രം നിനക്ക് ഓർമ്മയുണ്ടാ? ഓ, അന്ന് അവിടെ വെച്ച് അങ്ങനെ കറണ്ട് അടിച്ച്. അതിനുശേഷം കറണ്ട് എന്ന് പറഞ്ഞ അങ്ങർക്ക് ഭയങ്കര പേടിയാടാ. പിന്നെ എന്റെ പൊന്നുമോലെ നിന്റെ അടുത്തായോണ്ട് ഞാൻ പറയാം, ആരങ്ങനെ ദേഹത്ത് തൊട്ടാലും അങ്ങർക്ക് കറണ്ട് അടിക്കും പോലെ തോന്നുകൂടാ. കുറച്ചു നേരത്തേക്ക് ബോധം കാണും, കുറച്ചു നേരത്തേക്ക് ബോധം പോവും. ഒന്നും പറയണ്ടടാ, ആകെ കിളി പോയ ലക്ഷണമാണ്. ഇടയ്ക്കിടയ്ക്ക് പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുവാടാ, പ്രാന്തന്മാരെ പോലെ. എന്നാലും അപ്പൊ ചേച്ചിയുടെ കാര്യം വലിയ കഷ്ടം തന്നല്ലേ ചേച്ചി? എല്ലാം എന്റെ വിധിയടാ. എന്റെ വിഷമം നിനക്ക് വല്ലതും അറിയണടാ. എനിക്കൊരു സീരിയൽ കാണണമെങ്കിൽ ഇരിക്കണ പച്ച സാരി എടുത്തിരിക്കണ വിദ്യ ചേച്ചിയുടെ വീട്ടിൽ കയറി പോണം. ചേച്ചിയുടെ വീട്ടിലെ ടിവി ഉണ്ടെന്ന്. എന്തിന്? എനിക്കൊന്ന് അടിച്ച് അനച്ച് കുളിക്കണമെങ്കിൽ ഇരിക്കണ ഉല്ലാസണ്ണന്റെ വീട്ടിൽ കയറി പോണം. അതെന്തിനു ചേച്ചി? ഉല്ലാസണ്ണന്റെ വീട്ടില് മോട്ടർ ഉണ്ടല്ലേ. ഉല്ലാസണ്ണ വീട്ടിൽ മോട്ടറുള്ളോണ്ട് കൊള്ളാം കേട്ടാ. എന്നാലും ചേച്ചിയുടെ കാര്യം, ചേച്ചി അണ്ണ എവിടെ ചേച്ചി? അയ്യോ, അണ്ണന് സുഖം ഇല്ലാതെ അകത്ത് കിടക്കണടാ. നീ നിന്റെ കാര്യം നോക്കി പോവാൻ നോക്ക്. ചേച്ചി, അണ്ണനെ കണ്ടിട്ട് എത്ര വർഷമായെന്ന് അറിയാമോ? എന്റെ സ്വന്തം അച്ഛനെ പോലെ എന്തുമാത്രം ആഹാരം എനിക്ക് മാറ്റി തന്നിട്ടുണ്ടെന്ന് അറിയാമോ? ഞാൻ അണ്ണനെ കണ്ടിട്ടേ എന്ന് പോകുള്ളൂ. ഇടാ, അണ്ണനെ ഇങ്ങോട്ട് വിളിച്ചാ അണ്ണ ഒന്ന് പറയും, നീ ഒന്ന് പറയും. നീ പറയണ ഒന്നും അങ്ങർക്ക് മനസ്സിലാവില്ലടാ. ആര് പറഞ്ഞു? ചേച്ചി അണ്ണനെ വിളിച്ചു നോക്ക്. അണ്ണ എന്നെ കണ്ടാൽ നല്ല മണിയായി സംസാരിക്കാൻ അറിയാമോ? നിനക്ക് പണി കിട്ടും, ഞാൻ വിളിക്കണോ ഇങ്ങോട്ട്? ചേച്ചി, എന്റെ സ്വന്തം ചേട്ടനെ പോലുള്ള ആളല്ലേ, വിളിച്ചാണ് ചേച്ചി. അനുഭവിക്കുമ്പോ നീ പഠിക്കും. ചേട്ടോ രമേ, ഞാൻ നിന്നെ വിളിച്ചോടി. ചേട്ടോടാ രമേ, ഞാൻ നിന്നെ വിളിച്ചോന്ന്. രമേ, ഞാൻ നിന്നെ വിളിച്ചോടി. എത്ര നേരം കൂടെ നീ വാ ഇട്ടലയ്ക്കുന്നത്? ഞാൻ എന്തെങ്കിലും ഒന്ന് പറ, ഞാൻ നിന്നെ വിളിച്ചു. ചേട്ടാ, ഞാൻ ആരുടെ? അല്ല, ഇതിനു മുമ്പ് എന്നെ ഇവിടെ കണ്ടില്ല, അതുകൊണ്ടാണ് നീ ചോദിച്ചാ ഞാൻ ആരാന്ന്. എനിക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവും. എന്റെ വായിൽ നാക്കില്ല. നീ പറഞ്ഞ എനിക്ക് മനസ്സിലാവൂലേ എന്ന്. ഞാനും നിന്റെ ഭാര്യ ഇവിടെ താമസിക്കുന്നത് നിന്റെ വീട്ടിൽ എനിക്ക് എന്ത് കാര്യം? ഞാൻ പറഞ്ഞില്ലടാ, ആരെങ്കിലും അങ്ങനെ ദേഹത്ത് തൊട്ട് അങ്ങനെ കറണ്ട് അടിക്കും പോലെ തോന്നുന്നു. കുറച്ചു നേരത്തേക്ക് ബോധം വരെ എന്തെങ്കിലും പറയണ്ടെങ്കിൽ നീ പറഞ്ഞു പെട്ടെന്ന്. അല്ല, നീ ഇതപ്പോന്ന് ഒന്ന് വിളിക്കാൻ എന്തവൻ? എന്തോ അണ്ണ ഇത്? സുഖമാണോടാ? ഓ, ഞാൻ സുഖമായിട്ടിരിക്കുന്നുണ്ടാ. നീ വന്നിട്ട് ഞാൻ ചായ കുടിച്ചായിരുന്നു. എന്റെ പൊന്നിലമേ, ആരെങ്കിലും വീട്ടിൽ വന്ന എനിക്ക് ചായ ഇടണമെന്ന് അറിഞ്ഞൂടെ? അതെ, പിന്നെ
നീ ഗൾഫിൽ നിന്ന് വന്നപ്പോഴേ കുറച്ച് സ്കോച്ച് കൊണ്ടുവന്നു, ഞാൻ കുടിക്കൂ. എന്താ സ്കോച്ച് കുടിക്കത്തില്ല അല്ലേ? നീ പോയി സ്കോച്ച് എടുത്തോണ്ട് വരും, ഞാൻ കുടിക്കാം. കേട്ടോ? ഇത് എന്നടാ എന്റെ വിധി. എന്റെ ഭർത്താവിന്റെ ഈ അസുഖം കാരണം എനിക്കൊരു സ്വസ്ഥതയില്ലടാ. എന്നാലും എന്റെ ചേട്ടൻ ഇങ്ങനെ ഒരു അബദ്ധം. എന്റെ ചേച്ചി ഈ ചൂട് സമയം ആയതുകൊണ്ടാണ്. ചൂട് സമയത്ത് ചേട്ടന്റെ തലയിൽ ചൂടടിച്ചിട്ടാണ് ഇങ്ങനെ കുഴപ്പമില്ല പറ്റണത്. ചേച്ചി എന്റെ ചേട്ടന് ഞാനൊരു യാസി വാങ്ങിച്ചു ചേച്ചി. ആ യാസി മുറിക്കാത്തിരുന്ന് ചേട്ടനെ തല തണുപ്പിക്കണം കേട്ടോ. അയ്യോ ഗ്യാസ് ഇവിടെ വാങ്ങിച്ചു വെച്ചാ ഈ വീട്ടിൽ കറണ്ട് ഇല്ലല്ലടാ. പറഞ്ഞപോലെ അത് ശരിയാണല്ലോ. എന്നാ പിന്നെ ഞാൻ കറണ്ട് എന്റെ വീട്ടിൽ കടയിൽ തൊട്ടടുത്താണ് ഇലക്ട്രിക്കൽ കട. 2 പയ്യന്മാരുണ്ട്, മിടുക്കൻ പയ്യന്മാര്. അവന്മാർ ഇന്ന് വന്നതല്ല, ബാക്കി വയറിങ് മടിയെല്ലാം തീർത്ത് യാസി ഫിറ്റ് ചെയ്ത് തരും. അയ്യോ എന്റെ ചേട്ടൻ സമ്മതിക്കൂലടാ. അമ്മ ചേച്ചി നിങ്ങൾ എന്റെ സ്വന്തം ചേട്ടനും ചേച്ചി പോലെ തന്നെയല്ലേ. ഞാനിത് ചെയ്തിട്ട് അടങ്ങുള്ളൂ. ചേച്ചി ഒന്നും പറയണ്ട. കറണ്ട് വന്ന എന്റെ ചേട്ടന്റെ അസുഖമൊക്കെ മാറുവാടാ. എണ്ണുണ്ട് ചേച്ചി, അസുഖം മാറുന്ന തടുത്ത മാറും ചേച്ചി, ചൂടായതുകൊണ്ടാണ്. എന്റെ ഭഗവാനെ, എന്റെ വീട്ടിൽ എത്രയും പെട്ടെന്ന് കറണ്ടിന്റെ കണക്ഷൻ കിട്ടണേ. പശു ഇത്രയും വിഷമുണ്ട് ചേച്ചി. അയ്യോ പശു രമ കാടി കുടിച്ചാ? എന്റെ ഭഗവാനെ, ആ പശുവിന്റെ കാടി മൊത്തം എടുത്ത് കുടിച്ചിട്ടുണ്ട് അങ്ങേര്. പശു ഒരു ഉത്തരവാദിത്വവും ഇല്ല. ആരടാ ഇത്? ഞാൻ ഒന്ന് ലൈൻ വലിക്കാൻ വന്നത്. ആരടാ ഇത്? ആരടാ ഇത്? അതല്ല ആരടാ നീ? ചേച്ചിക്ക് ഒന്ന് കണക്ഷൻ തരാനായിട്ട്. എന്റെ ഭർത്താവല്ലാതെ ഈ ലോകത്ത് ആരുമായിട്ട് എനിക്കൊരു കണക്ഷനും ഇല്ലടാ. അയ്യോ, നിങ്ങൾ ഒരുത്തന്റെ അടുത്ത് പറഞ്ഞു വിട്ടായിരുന്നു ഇവിടെ കറണ്ടിന്റെ കണക്ഷന് വേണ്ടിയിട്ട്. കറണ്ടിന്റെ കണക്ഷൻ തരാൻ വന്നതാ. ഓ, എന്ത് കേട്ടാലും ഞാൻ എടുത്ത് ചാടുവടാ. എന്നാ പിന്നെ ആ പൊട്ടക്കരളിന്റെ അടുത്ത് ചാടിക്കൂടെ? നമ്മുടെ പോലെയുള്ള പാവങ്ങളായിട്ട് ശല്യം ചെയ്യണോ? ഇല്ലടേ. സൂപ്പർ പീസ്. അയ്യോ, എന്തുവാടാ അവൻ പറഞ്ഞത്? അല്ല, ആ ഇരിക്കുന്ന പീസ് നല്ല പീസ് എന്ന് പറയായിരുന്നു. അയ്യോ, അതെന്റെ ചേട്ടൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നത്. ഗൾഫിൽ നിന്ന് റയറാണ്, അധികം കാണത്തൊന്നുമില്ല. ചേച്ചി നമുക്ക് പണി തുടങ്ങണം. ജംഗ്ഷൻ എവിടെയാണ്? ജംഗ്ഷൻ ഇവിടെ നിന്ന് 2 കിലോമീറ്റർ അപ്പുറത്തടാ. ഇവിടത്തെ ജംഗ്ഷന്റെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. ഈ വീട്ടിനകത്ത് ജംഗ്ഷൻ ബോർഡ് വെച്ചിട്ടില്ല, അത് എവിടെയെന്നാണ് ചോദിച്ചത്. അത് ഹാൾ റൂമിന്റെ അടുത്തടാ. ഹാൾ റൂമിന്റെ അകത്തുനിന്ന് നമുക്ക് പോസ്റ്റ് ഇടണം. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ കോമഡിയാണ്. എടാ, അതിൽ ഞാൻ പോസ്റ്റ് ഇട്ടല്ലടാ. അതെന്തൊരു ബലത്തരം നിങ്ങൾ നമ്മളിവിടെ എന്തിനു വന്നത്? നിങ്ങൾക്ക് പോസ്റ്റാണ്, നിങ്ങളൊക്കെ പോസ്റ്റ് ഇട്ടാ മതിയാ. അയ്യോ, എന്റെ വീട്ടിൽ ഇന്ന് കറണ്ടിന്റെ കണക്ഷൻ കിട്ടുമെന്ന് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടെന്ന്. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഫേസ്ബുക്കിൽ നിന്നിട്ട് വലി എന്തരടാ? കറണ്ട്. എന്റെ പരാജയമേ. ചേച്ചി രേഖ എവിടെ? അയ്യോ, രേഖ കല്യാണത്തിന് പോയല്ല. നിങ്ങളെ കുഞ്ഞമ്മേരെ മോളെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. KSEBക്കാർ കൊണ്ടുവന്നില്ലേ സ്കെച്ചും പ്ലാനും രേഖകൾ, അതെവിടെയെന്നാണ് ചോദിച്ചത്. അയ്യോ, അതായിരുന്നാ? അത് അലമാരക്കകത്തിരിക്കണടാ. അലമാരക്കകത്തിരിക്കുക? അലമാര ഇങ്ങോട്ട് വരുമോ അതോ നമ്മൾ അങ്ങോട്ട് ചെല്ലണം? മനുഷ്യൻ കിടന്ന് കഷ്ടപ്പെട്ട് കിടന്ന് ജോലി ചെയ്യണം. അപ്പോഴാണ് ഒരു ആവശ്യമില്ലാതെ ആ ഒരു ചേച്ചിയല്ല. സത്യം കഷ്ടം. നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം നമ്മൾ ചെയ്യണം. 2 ദിവസത്തെ പണിയേ ഉള്ളൂ, നമുക്കൊരു 5 ദിവസം കൂടി നിൽക്കണം. ചുരുക്കി പറഞ്ഞ വലിപ്പീര് പണി. പാവങ്ങളെ എടാ വലിപ്പിക്കാൻ പറ്റും. പച്ച വേറ്, മഞ്ഞ വേറ്, അണ്ടർ വേറ്. അപ്പൊ ഞാൻ ഇന്ന് അപ്പൊ അണ്ണ ഇന്ന് പൊക്കത്തിൽ കയറിയുള്ള പണിയൊന്നും ചെയ്യണ്ട, അത് ഞാൻ ചെയ്തോളാം. പിന്നെ ഒരു കാര്യം, ഇത് മേലെ ഇനി ആവർത്തിച്ചേക്കരുത്. നിർത്തി. നാടാ മക്കളെ രേഖ. രേഖ എടാ മോനെ, എന്തോന്ന് ചേച്ചി? ഈ സർചാർജ് എന്നൊക്കെ എല്ലാരും പറയണ്. എന്തരടാ ഈ സർചാർജ് എന്ന് പറഞ്ഞ? നിനക്കറിയോടാ? നിങ്ങളല്ലേ വലിയ കൺട്രാക്ട്, ലൈസൻസ് ഉള്ള കൺട്രാക്ട്. ആഹാ, അപ്പൊ ഇതൊന്നും അറിഞ്ഞൂടാതെയാണ് എന്റെ വീട്ടിൽ കറണ്ടിന്റെ കണക്ഷൻ തരാൻ വന്നത്. നമ്മളങ്ങ് കൊച്ചാക്കൊന്നും വേണ്ട. നമ്മളിത് ഇന്നലെ തുടങ്ങിയ പണിയല്ല. നിങ്ങൾക്ക് ഇപ്പൊ സർച്ചാർജ് തരണം, അത്രയല്ലേ ഉള്ളു. ഓ, ചേച്ചി നമ്മളിപ്പോ KSEBയുടെ ഓഫീസിൽ ചെന്നെന്ന് വെച്ചോ. അവിടെ കുറെ സാറന്മാർ ഇരിക്കൂലി. സാറന്മാരടുത്ത് നമ്മൾ ചെന്നിട്ട് ഇതാണ് ഈ സർച്ചാർജ് പറഞ്ഞ സാധനം. അയ്യോ ചേച്ചിക്ക് മനസ്സിലായില്ലടാ. മലയാളം പറഞ്ഞാൽ മനസ്സിലാവൂലേ? നിങ്ങൾ എവിടെ കൊണ്ട് കേൾക്കണത്? കറക്റ്റായിട്ട് കേട്ടോളി. നമ്മളിപ്പോ KSEBയുടെ ഓഫീസിൽ ചെന്നെന്ന് വെച്ചോ. ഓ, അവിടെ കുറെ സാറന്മാർ ഇരിപ്പൂലി. സാറന്മാരടുത്ത് നമ്മൾ ചെന്നിട്ട് സാറേ ഞാൻ ഇതാണ് ഈ സർക്കാർ എന്ന് പറഞ്ഞ സാധനം. അയ്യോ നമ്മള് KSEB ഓഫീസിൽ പോയി. ഓ. അവിടെ കുറെ സാറുമാരൊക്കെ ഇരിപ്പുണ്ട്. അതിനുശേഷം ചേച്ചിക്കൊന്നും മനസ്സിലായില്ലടാ. ആകപ്പാടെ ഇത്ര വയറേ ഉള്ളൂ. ഈ പുല്ലെല്ലാം കൂടെ കടിച്ചു പറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് പുല്ലൊന്നും കിട്ടില്ല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞിട്ട്. എടാ മോനെ, ഓ. ഈ വീടുകളിലൊക്കെ കറണ്ടിന്റെ കണക്ഷൻ കിട്ടുമ്പോഴേ ഓ. AC ഒക്കെ വെക്കുമല്ലടാ. അടിപൊളിയാ. AC ഒക്കെ വെക്കുമ്പോ വീടിന്റെ ലുക്കേ അങ്ങ് മാറുമല്ലേടാ. പിന്നെ ഭയങ്കര സെറ്റപ്പ് ആവൂലേ അത്? ഭയങ്കര വേറെ ലെവലൊക്കെ ആയി വരുമല്ലോ. നിങ്ങൾ ഈ നിൽക്കുന്ന ലെവലിൽ നിങ്ങൾ ഈ ലെവലിലാവും. തന്നെടാ. പിന്നെ
എന്നാ എന്റെ വീട്ടിൽ നിന്ന് കറണ്ടിന്റെ കണക്ഷൻ കിട്ടുമ്പോഴേ എന്റെ ബെഡ്റൂമിന്റെ സെന്റർ പോയിന്റിലായിട്ട് ഒരു PGയുടെ സെൻട്രലൈസ്ഡ് AC ഫിറ്റ് ചെയ്യണോടാ. 10 സ്റ്റാർ ആയിരിക്കണം, 20 ടൺ ആയിരിക്കണം. 10 സ്റ്റാർ 20 ടൺ എഴുതി വെച്ചോ. ഈ ACയിൽ നിന്ന് വരുന്ന ഫ്രഷ് കൂളിംഗ് അടിച്ചിട്ടുണ്ടല്ലോ, ചേച്ചിക്കൊന്നും റിലാക്സേഷൻ ആവണോടാ. പക്ഷെ ചേച്ചിക്ക് ഒരു ഡൗട്ട്, AC അവിടെ ഫിറ്റ് ചെയ്യുമ്പോഴേ അതിന്റെ സ്വിച്ച് നമ്മൾ എവിടെ വെക്കും? AC അവിടെ ഫിറ്റ് ചെയ്യുമ്പോഴേ അതിന്റെ സ്വിച്ച് നമ്മൾ എവിടെ വെക്കുമെന്ന്? സെൻട്രലൈസ്ഡ് AC, കൂളിംഗ് സിസ്റ്റം, എയർ കണ്ടീഷണർ, റിലാക്സേഷൻ, സ്വിച്ച്. ചുറ്റി വെച്ചേട്ടാ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ചുച്ച് കീച്ചെന്ന് പറഞ്ഞിട്ട് വരും. നീ ആ ചുച്ചിന്റെ അടുത്താണ് പെണ്ണുമ്പോൾ എല്ലാവരും കുഴപ്പിക്കുന്നത്. ഇവിടുത്തെ അണ്ണനാണ് തോന്നുന്നത്. നല്ല അല്ലേ, നല്ല ഒരു മുതലാളി എല്ലാരും നമ്മളടുത്ത് ഇങ്ങനെ ഒരു നല്ല ദയാലും ഇല്ല. ഞങ്ങളൊക്കെ ആരാ? അല്ല, ഇതിനു മുമ്പ് എന്നെ ഇവിടെ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത് ഞങ്ങളൊക്കെ ആരാണ്. നിങ്ങൾ പറഞ്ഞിട്ടാണോ രമ ഇവിടെ ജോലിക്ക് വന്നത്? ഇല്ല. അല്ല, നിങ്ങൾ രണ്ടുപേരെ ജോലി ചെയ്യുമ്പോ എനിക്ക് എത്ര ശമ്പളം കിട്ടും ഒരു ദിവസം? നമ്മൾ ജോലിയും ചെയ്യണം, അങ്ങേക്ക് ശമ്പളം കൊടുക്കണോ? എവിടത്തെ ന്യായം? നിങ്ങൾ ചോദിച്ചത് ഞാൻ കേട്ടില്ലേ? അല്ല, നമ്മള് ഞാൻ അധികം സംസാരിക്കുന്ന കൂട്ടത്തിലല്ലെന്ന്. അത് കാര്യം ചോദിക്കട്ടെ, ഈ പിന്നെ പണി കഴിഞ്ഞ ശനിയാഴ്ച തീരുവോ? ഇന്നലെ മെനങ്ങാന്ന് തൊട്ട് തീരും. അല്ല, പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ മെനങ്ങാന്ന് നിങ്ങളുടെ കുഞ്ഞുമേരെ മോളെ കല്യാണമുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ കാണത്തില്ല, അതുകൊണ്ടാണ്. അണ്ണാ പിന്നെ ഇവിടത്തെ ചേച്ചി പറഞ്ഞു പണിയൊക്കെ തീർന്നാക്കളെ. ഇപ്പൊ പണി തീർന്നേനെ. ചേട്ടാ, പണിക്കാർ വന്നായിരുന്നു രമേ. പക്ഷെ നീ എന്റെ അടുത്ത് പറയായിരുന്നു എന്ത്? എപ്പോഴാണ് തോന്നേരായോ? തുടങ്ങിയോ? പണിയാ തുടങ്ങിയോ? തുടങ്ങി ഇങ്ങനെ കിടക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? നല്ലത്. നടക്കട്ടെ. ഞാൻ അതിനകത്തായിരുന്നു കേട്ടോ, കുഴപ്പമില്ല, നടക്കട്ടെ. ഞാൻ ചായ കുടിച്ചായിരുന്നു. എന്റെ പൊന്ന് രമേ, പണിക്കാർ വന്നു കഴിഞ്ഞാൽ എനിക്ക് ചായ ഇടണമെന്ന് അറിഞ്ഞൂടെ രമേ? നടക്കട്ടെ കേട്ടോ. എന്റെ ചേട്ടനാടാ, ചെറിയൊരു അസുഖം ഉണ്ട് എന്റെ ചേട്ടന്. മക്കളൊന്നും കാര്യമാക്കണ്ട, നിങ്ങൾ പണിയായി. പിന്നെ ചേച്ചി ചായ എടുത്തോണ്ട് ഇപ്പൊ വരാം. എടുത്തോണ്ടാ ചേച്ചി. എന്നാ പിന്നെ അതെ, ഈ വീട്ടിൽ ചായ മേടിച്ച് കുടിക്കരുത്. എന്നാ പണ്ടാറക്കാലം ചായക്കകത്ത് വല്ല വിഷമെല്ലാം കലക്കി തരുമെന്ന്. ചായ വേണ്ട, ചായ ക്യാൻസൽ. അണ്ണാ പിന്നെ അണ്ണാ ഭയങ്കര ഒരു എന്തോ അസുഖമാണ് ഈ പുള്ളിക്ക്. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര അസുഖമല്ലടാ. ഇതെന്ന് പറഞ്ഞാൽ ട്രിപ്പിലാന്തസ് കുന്തിയാന ഓഫ് ദ മെഡിക്കൽ സയൻസ് എന്നാണ് ഇതിനെ പറയുന്നത്. വലിയൊരു അസുഖം. പിന്നെ അപ്പൊ ഇത് വല്ല മരുന്ന് വല്ല കണ്ടുപിടിച്ചിട്ടുണ്ടോ? എടാ, മെഡിക്കൽ സയൻസ് ഇതുവരെയായിട്ട് അതിനുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. മെഡിക്കൽ സയൻസ് ഇങ്ങനെ നിൽക്കുകയാണ്. എന്ത് ചെയ്യും? 5:30 മണി വരെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇന്നാ മതിയേ. പോയി പണിയാടാ. എന്റെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന നമ്മൾ മറ്റേ എല്ലാ കൊട്ടാരക്കര പണിക്കാൻ സൂപ്പറായിരുന്നു. ഭയങ്കര ഞാൻ ചായയിൽ വിഷം ചേർത്തെന്ന് നിങ്ങൾ പറയുന്നത് കേട്ടു. അതുകൊണ്ട് നിങ്ങൾ വെറും ചായയുമായി എത്തിയിരിക്കുന്നു. കൈകി ഞാൻ കുടിക്കാൻ പേടിക്കണ്ട. നമുക്കറിയാം ഇത് എങ്ങോട്ടാണ് കയറി പോണേന്ന്. എനിക്ക് പണിയാനുള്ളല്ലേ, ക്ഷീണിക്കും. ഞാൻ കുടിച്ചോ. നമ്മളെ മണ്ടയിൽ ഒന്ന് കയറാൻ ഞാൻ കട്ടച്ചായ കുടിക്കത്തില്ല. മേടിക്കാൻ അന്ന് മേടിക്കരുതെന്ന്. എനിക്ക് വെള്ളം കുടിച്ചോളാൻ വയ്യ. ഈ നാരങ്ങ ഉള്ളതുകൊണ്ട് എല്ലാം മുതുകാല നിനക്ക് എന്തേന്റെ കുരു മനുഷ്യനെ കൊല്ലാനായിട്ട്. എന്തോ പിള്ളേരായത്, ഉത്തരവാദിത്തമില്ലാത്ത പിള്ളേർ. നിനക്കൂടെ വേണ്ടിട്ടാണ് അമ്മ കിടന്ന് കഷ്ടപ്പെടുന്നത്. സമാധാനത്തിൽ കുടിക്കത്തില്ല. എന്താ പൊന്നെ എന്തെല്ലാം. എടാ, നീ കാര്യം പോയി എറുത്തിന്റെ കുഴിയിട്. എറുത്തിന്റെ കുഴിയിട്. എനിക്ക് വയ്യ. എനിക്ക് എടാ, അങ്ങനെയാടാ കുഴിയെടുക്കേണ്ടത്. എടാ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല എറുത്തിന്റെ കുഴിയെടുത്ത് അങ്ങനെയല്ലെന്ന്. ഈ ചെറുക്കൻ്റെ അടുത്ത് പറഞ്ഞാലും മനസ്സിലാവൂലെന്ന് വെച്ചാ. എടാ കറക്റ്റാ അത്. ഞാൻ അങ്ങോട്ട് വരട്ടെ.
അണ്ണാ അത് പിടിച്ചണ്ണത്. അണ്ണാ അണ്ണ ഇറത്തിന് കുഴിയെടുത്ത് എത്ര കുഴി എടുത്തറാ? ഒരെണ്ണം. ഒരെണ്ണം കൂടെ എറാ. അത് എന്തിന്? എന്നെ മണ്ണിട്ടു മൂടാ. ഓഡിയൻസ് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? അടിപൊളി പെർഫോമൻസ് അല്ലായിരുന്നോ? വല്ലപ്പോഴും ഒക്കെ ആണ് നമ്മൾ സാധാരണ ഒരു സ്കിറ്റ് കാണുമ്പോൾ അതിന് ഇടയ്ക്കുള്ള ചില പോർഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ചിരിക്കും. ഓക്കെ. പക്ഷേ ത്രൂ ഔട്ട് ഇങ്ങനെ ചിരി തരാൻ പറ്റാന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. എന്തായിരുന്നു ചിരി അല്ലേ ഉല്ലാസേട്ടാ? നന്നായിട്ട് എൻജോയ് ചെയ്തില്ലേ? എങ്ങനെയുണ്ടായിരുന്നു? ശരിക്കും എൻജോയ് ചെയ്തു. ഇതുവരെ കാണാത്ത ഒരു സംഭാഷണ സ്റ്റൈല് അതെ അതെ ഷാബു ഇവിടെ കൊണ്ടുവന്നു. പിന്നെ അതുപോലെ തന്നെ പിന്നെ ദീപുവും എല്ലാവരും നല്ലപോലെ പെർഫോം ചെയ്തു. നല്ലപോലെ ചിരിക്കാനുണ്ടായിരുന്നു. ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടങ് സ്ലിപ്പ് ഇവർക്കില്ലായിരുന്നു. ടേക്ക് ഓഫ് ചെയ്ത് ലാൻഡ് ചെയ്യുന്നിടം വരെ ഒരു പ്രശ്നമില്ലാതെ എയർ കട്ടറിൽ വീഴാതെ സംഭവം അതായിരുന്നു. സൂപ്പറായിരുന്നു, അടിപൊളി. ഇത് നല്ല സ്കിറ്റ് കളിച്ചാൽ പോലും തെറ്റിപ്പോകും അല്ലേ? നല്ല സ്കിറ്റ് കളിച്ചാൽ എത്ര പ്രാവശ്യം ഈ സാധനം എങ്ങനെ പറഞ്ഞു ഒപ്പിക്കുന്ന ഒരു പിടുത്തം കിട്ടിയില്ല കേട്ടോ. എങ്ങനെ പറഞ്ഞു ഒപ്പിക്കുന്നത് അതാ ഞാനും ആലോചിച്ചു. അത് ആലോചിക്കാതെ അങ്ങ് പറയുക. ഇത് നിങ്ങൾ സ്കിറ്റ് ഇരിക്കുമ്പോൾ ചെയ്തിട്ടുള്ള സ്കിറ്റാണോ അത് ഇതിന് വേണ്ടിയിട്ട്? ഇല്ല, അല്ലാതെ ഇതിന്റെ ഒരു പാർട്ട് മാത്രം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പാർട്ട് ഇത് രണ്ടും കൂടെ ഇതാണ് ഇപ്പൊ ചെയ്യുന്നത്. കറണ്ടിന്റെയും ഇതും കൂടെ പാർട്ട് വേറെ ആയിരുന്നു ഞാൻ ചെയ്ത പോർഷൻ. ചില എല്ലാ ഇതുപോലത്തെ ചേച്ചിമാര് എല്ലാ വീട്ടുകളിലും കാണും. അതല്ല, വിദ്യാഭ്യാസം കുറവാണെങ്കിലും ഇവർ ഭയങ്കര ടീമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വർത്തമാനങ്ങളെ പറയുള്ളൂ. ഒരു പുള്ളി ഗൾഫിൽ നിന്ന് വന്നിട്ട് കടയിലിറങ്ങി ബനാനക്ക് എത്രയാണ് വില? അത് പറഞ്ഞ് ഇത് 50 രൂപ, 1 kg 2 kg എടുത്തോളൂ എന്ന് പറഞ്ഞാൽ പോലെ ഹലുവ എന്താണ് വില? അത് 50 രൂപ, അതും 2 kg എടുത്തോളൂ. ഈ ഏത്തപ്പഴം എന്താണ് വില? അതും 50 രൂപ, അതും 2 kg എടുത്ത്. ചേട്ടാ സാറേ ആ പഴം ഇത് ശരിക്കും പഴുത്തിട്ടില്ല, അപ്പം കുഴപ്പമില്ല, കാലത്തെ പൊയ്ങ്ങാനാന്ന് എന്ന് പറഞ്ഞാൽ AC യുടെ വലിയ കാര്യം പറഞ്ഞിട്ടേ ഇതിൻ്റെ ചുച്ച എവിടെയാണ് ഇതുള്ള ചേച്ചിമാര്. പിന്നെ ദീപുവിൻ്റെ വലിയ ആരാധകനാണ് ഞാൻ. ദീപു ഒക്കെ ഭയങ്കരമായിട്ട് കോമഡിയും കളിക്കും, സീരിയസും കളിക്കും, അടിപൊളിയായിട്ട് സ്റ്റാറും ചെയ്യും. ദീപുവിൻ്റെ സ്റ്റാറൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ സുരാജ് ഭായിനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ സുരാജ് ഭായി മാറി നിൽക്കും. നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ? അതെ, നമുക്കൊന്ന് ഓഡിയൻസിന്റെ കമന്റ്സിലേക്ക് പോണതിന് മുമ്പ് നമുക്ക് വേണ്ടിയിട്ട്. എടാ ഒന്നും പറയണ്ട, അമ്മാവന്റെ ഡെഡ് ബോഡി എടുക്കാൻ പോയതാ. എങ്ങനെ ചിരിക്കാതിരിക്കും? പുള്ളിക്കാരന് ചിക്കൻ ഗുനിയ പിടിക്കുമെന്ന് കരുതി നാട്ടിൽ നിന്ന് ഡിണ്ടിഗലുള്ള മോളുടെ വീട്ടിൽ പോയതാ. അവിടെ വെച്ച് കാള കുത്തി മരിച്ചു. ഉറക്കപ്പായി എഴുന്നേറ്റ് പശു എന്ന് കരുതി കാളയെ കറക്കാൻ ചെന്നതാ. ദോഷം പറയരുത്, കാളയുടെ ഒറ്റ കുത്തിന് എന്നെ അമ്മാവൻ മരിച്ചു കൊടുത്തു. കൊതുകിനെ ഭയന്ന് കാളയ്ക്ക് ജീവൻ ബലിയർപ്പിച്ച ആ മഹാ മനുഷ്യനെ വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ചിരിക്കരുതേ, പിന്നെ കല്യാണം. അടിപൊളി, ഗംഭീരമായിട്ടുണ്ടായിരുന്നു. ഇതൊന്നുമല്ല, ഇവരുടെ പ്രകടനങ്ങൾ കോമഡിയുടെ തുടക്കം മാത്രമായിട്ടുള്ളൂ. കോമഡി മസാലയില് ഇനി അങ്ങ് നീണ്ടു നിവർന്ന് കിടക്കാണ് ചിരിയുടെ ഒരു പൊടി പൂരം തന്നെ. അതെ, അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രേക്ഷകരും ഒരുപോലെ കാത്തിരിക്കുകയാണ്. അപ്പൊ ഒരു സ്പെഷ്യൽ കൈ ഷോക്ക് അടിക്കൂ. അപ്പൊ എന്തായാലും നല്ല പെർഫോമൻസ് ആയിരുന്നു, എല്ലാവരുടെയും എടുത്തു പറയാൻ പറ്റുന്ന പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ നമുക്ക് ഓഡിയൻസിന്റെ കമന്റ്സ് എന്താണെന്ന് നോക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ? എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ ഒരു പെർഫോമൻസ്? നല്ലോണം ചിരിച്ചോ? നല്ലവണ്ണം ചിരിച്ചു. അത് മാത്രമല്ല, സർചാർജിന്റെ എക്സ്പ്ലനേഷൻ തന്നത് വളരെ വളരെ നന്നായിരുന്നു. സാധാരണ ഒരു KSB RPG പോയാൽ ഇതുപോലത്തെ എക്സ്പ്ലനേഷൻ കിട്ടാറുള്ളൂ. വളരെ 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 എൻജോയബിൾ ആയിരുന്നു. പ്രാക്ടിക്കൽ ആയിരുന്നു. അതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. വളരെ വളരെ നന്നായിരുന്നു. നമുക്ക് ഈ സൈഡിൽ നമ്മുടെ ലേഡീസ് ഗ്യാങ് ഇവിടെയാണ്. അപ്പൊ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട ഇവരുടെ പെർഫോമൻസ്? എന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെ? ഓരോരുത്തരുടെ എൻട്രി നല്ല ഭംഗിയായിരുന്നു, ഡയലോഗുകളും അതുപോലെ ഭംഗിയായിരുന്നു. ഓക്കെ ചേച്ചി? നന്നായിരുന്നു. ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെ? വയറ് കടിച്ചു മുറിച്ചായിരുന്നു ദീപു. ഓക്കെ, ആ കമന്റ് ദീപുവിനുള്ളതാണ്. നമുക്ക് ഇത്രയും സമയം നല്ലൊരു ചിരി സമ്മാനിച്ച ഈ ടീമിന് നമുക്ക് എത്ര മാർക്ക് കൊടുക്കാം? ഓഡിയൻസ്, യെസ്. അപ്പോൾ നമ്മുടെ ഓഡിയൻസ്
പോയിന്റ്സ് എല്ലാം ഇങ്ങനെ മെജോറിറ്റിയുടെയും കയ്യിലുള്ളത് 5 സ്റ്റാർസ് ആണ്. സോ നിങ്ങൾക്ക് കിട്ടുന്നത് 5 സ്റ്റാർ മാത്രമല്ല, അതിന്റെ കൂടെ 10,000 റുപ്പീസിന്റെ ഒരു ക്യാഷ് വൗച്ചറും കൂടിയാണ്. യെസ്, അപ്പൊ നമുക്ക് ആ ഒരു സമ്മാനം ഇവരെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ താരങ്ങളെ രണ്ടുപേരെ സ്വാഗതം ചെയ്യാണ്. ബിനുചേട്ട ആൻഡ് ഉല്ലാസേട്ടാ. ശബ്ദാനുകരണ കലയിലൂടെ നമ്മളെ വിസ്മയിപ്പിക്കാൻ വേണ്ടി ഒരു ഗംഭീര പ്രകടനവുമായി വേദിയിലേക്ക് എത്തുന്നു അനീഷ് കരുനാഗപ്പള്ളി. അനീഷ്, കോമഡി മസാലയുടെ ഈ ഫ്ലോറിലേക്ക് സ്വാഗതം. ഇന്ന് എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കരുതിയിരിക്കുന്നത്? ഞാൻ കുറച്ച് താരങ്ങളുടെ ശബ്ദമാണ് അനുകരിക്കാൻ, താരങ്ങളെയാണ് അനുകരിക്കാൻ പോകുന്നത്. ആരെയൊക്കെയാ? ഞാൻ ആദ്യമായിട്ട് ഹരിശ്രീ അശോകൻ ചേട്ടന്റെ വോയിസ് ചെയ്യാണ്. അടുത്ത വിജയരാഘവൻ ചേട്ടന്റെ വോയിസ് ചെയ്യാം. കള്ളം പറയുന്നോളാ പറഞ്ഞ കഴിവറ പോലെ ഒരു കാലത്ത് ഒരു ഒഴുക്കായിരുന്നു സ്പിരിറ്റിന്റെ. പിടിച്ചപ്പെല്ലാം വലിയ പുള്ളികളാ. ഒന്ന് രമ്മലയുടെ മകൻ, ഒന്ന് മന്ത്രിയുടെ സ്വന്തക്കാരൻ. സ്വജാതിയല്ലേ വിട്ടേക്കുന്നത്, പോയി പണം നോക്കണ പുല്ലെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ കാരണം കാണിക്കലായി. കാരണം കാണിക്കല്ല, ഇവന്റെ ഒക്കെ കാരണം കൂടി നോക്കി പൊട്ടിക്കുക വേണ്ട. പന്ന കഴിവറ മക്കളെ അപ്പുകൂട്ടാ ഒരു കല്യാണമൊക്കെ കഴിക്കണം കേട്ടോ. നളേശാ കൊല്ലണ്ട. അടിപൊളി. ഇനി അടുത്തത് അടുത്ത SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വോയിസ് ചെയ്യാം. ഞങ്ങളുടെ സമുദായം ഞങ്ങൾ NSSകാര് SNDPക്കാരുടെ ഒരുമിച്ച് ചെയ്യണമെന്നുള്ളത്. ഇതിനകത്ത് മറ്റ് ജാതിക്കാരും കയറുമെന്ന് പറയണ്ട. ഗുരുദേവൻ പറഞ്ഞിട്ടില്ല, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. അവരത് നല്ലത് മാത്രം പെട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അയ്യോ, അങ്ങനെ നിർത്തല്ലേ. നന്ദി നമസ്കാരം പറയുമ്പോൾ നമുക്കൊരു വിഷമം അല്ലേ? നമുക്ക് കുറച്ചുകൂടെ കേൾക്കാനില്ലേ? എങ്ങനെയുണ്ട് ഇതുവരെയുള്ള പെർഫോമൻസ്? ഇഷ്ടപ്പെട്ടോ? സൂപ്പർ ആണോ? ഇനി അടുത്ത എന്താണ്? അടുത്ത തമിഴ് വടിവേലു സാറിന്റെ വോയിസ്. തമിഴിലേക്ക് പോയി. ഓക്കെ. ഗംഭീരായി. അപ്പൊ ഇനി എങ്ങടാ തമിഴ് വിട്ട് തെലുങ്കിൽ പോണ്ടോ? ഇല്ല, തിരിച്ച് മലയാളത്തിലേക്ക്. അടുത്ത സുരേഷ് കൃഷ്ണ. സുരേഷ് കൃഷ്ണ, ഓക്കെ. നമ്മുടെ വില്ലനായ ആദ്യമായിട്ട് ചെയ്യണം. ആദ്യമായിട്ട് ഈ ഫ്ലോറിൽ വെച്ചാണ്, കോമഡി മസാലയുടെ ഫ്ലോറിൽ വെച്ചിട്ടാണ് അനീഷ് കരുനാഗപ്പള്ളി ആദ്യമായിട്ട് സുരേഷ് കൃഷ്ണയുടെ ശബ്ദം അനുകരിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്. എന്റെ ജോലി പഠിപ്പിക്കല. അതാകുമ്പോ ചിലപ്പോ കയ്യോ കാലോ തട്ടിയോ മുട്ടു നിൽക്കിരിക്കും. അതിന്റെ പേര് പള്ളിക്കൂടം പോലും കാണാത്തവൻ മാപ്പു കോപ്പെന്നൊക്കെ പറഞ്ഞു വന്നാൽ രമേശന്റെ പൊട്ടി പൊട്ടി പറയും മാപ്പ്. കൊള്ളായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? അല്ലെ, പുതിയൊരു ആർട്ടിസ്റ്റിനെ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ആദ്യമായിട്ട് ചെയ്ത് കേൾക്കുമ്പോൾ. ഇല്ലെങ്കിൽ ഇതിപ്പോ ടെലികാസ്റ്റ് വന്നു കഴിയുമ്പോഴല്ലേ അറിയുള്ളൂ ഇത് എങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. പക്ഷെ ഗംഭീരമായിട്ടുണ്ടായിരുന്നു. നല്ലൊരു കൈയടി കൊടുക്കാം നമുക്ക് അനീഷിന്. മുകേഷ് ഏട്ടന്റെ വോയിസ് ചെയ്യാം. യെസ്, മുകേഷ് ഏട്ടൻ. മാലു, നിനക്കറിയൂ, ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചില്ലേ പുല്ല്. ചളവാക്കല്ലേ. കൊച്ചൊരു പൂച്ചക്കുട്ടി അവിടുത്തെ ആണോ? അവിടുത്തെ അല്ലല്ലേ, ചളവാക്കി എന്നാ തോന്നുന്നേ. പക്ഷെ ഒട്ടും ചളവാക്കിയിട്ടുണ്ടായിരുന്നില്ല. നന്നായിട്ട് തന്നെ ചെയ്തു അനീഷ്. അപ്പോൾ ഇത്രയും നല്ലൊരു ആർട്ടിസ്റ്റിനെ ഈ ഫ്ലോറിൽ ലൈവിൽ കിട്ടിയതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് അനീഷ്. അപ്പം ഓൾ ദി ബെസ്റ്റ്, വീണ്ടും വരിക. തീർച്ചയായിട്ടും. നമസ്കാരം. നമസ്കാരം. മനസ്സിലായില്ല. ഞാൻ കുട്ടിയെ യോഗ പഠിപ്പിക്കാനായിട്ട് വന്നതാണ്. എന്നെയോ? അതെ, അതായത് ഇന്ന് മുതൽ കുട്ടി എന്റെ ശിഷ്യയാണ്. എനിക്കിതിലും വലിയ ശിക്ഷ ഒന്നും കിട്ടാനില്ല. അയ്യോ, അങ്ങനെ പറയരുത്. ആശാൻ ദൈവത്തെ കണ്ട ആളാണ്. ഈ യോഗ പഠിച്ച ദൈവത്തെ കാണാനൊക്കെ യോഗ പഠിച്ച ദൈവത്തെ കാണാൻ പറ്റില്ല. 2 ദിവസം പട്ടിണി കിടന്നാൽ ഫ്രീ ടിക്കറ്റായിട്ട് പോയി ദൈവത്തെ കാണാം. 2 ആഴ്ച പട്ടിണി കിടന്ന ദൈവത്തെ കാണാൻ പറ്റും. 2 ആഴ്ച പട്ടിണി കിടന്ന ദൈവത്തെ കാണുക മാത്രമല്ല, ദൈവത്തിന്റെ അടുത്തേക്ക് അങ്ങ് പോകാം. പിന്നെ
നിന്നെ സംബന്ധിച്ചിടത്തോളം നീ 2 ദിവസം പട്ടിണി കിടന്നാൽ മതി, ദൈവത്തിന്റെ അടുത്തേക്ക് പോകും. മനസ്സിലായില്ലേ? അല്ല മാഷ, ഞാൻ കുറച്ച് കാലമായിട്ട് ചോദിക്കണമെന്ന് വിചാരിച്ചില്ല പലരോടും. ഈ യോഗ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? യോഗ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക തരത്തിൽ നമ്മൾ വായു അകത്തേക്ക് പിടിക്കുക, ഒരു പ്രത്യേക തരത്തിൽ പുറത്തേക്ക് വിടുക. അതാണ് യോഗ. നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നതല്ലേ ഈ ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്ന പരിപാടി? യോഗ എങ്ങനെ കുറ്റം പറയരുത്. യോഗ കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളുണ്ടറിയോ? നമ്മുടെ ദുശീലങ്ങൾ വരെ ഈ യോഗ കൊണ്ട് മാറും. അതെ, അങ്ങനെ എന്തെങ്കിലും ദുശീലം മാറിയ ചരിത്രം ഉണ്ടോ? മാറ്റിയിട്ടുണ്ട്. അതെ, ഉദാഹരണം താ നിൽക്കുന്നു. യവനെയല്ല, യവന്റെ അച്ഛൻ മുഴു കുടിയനായിരുന്നു. മനസ്സിലായില്ലേ? ഇവന്റെ അച്ഛനെ ഞാൻ അവസാനം യോഗ പഠിപ്പിച്ചു. എന്നിട്ട് കുടി നിർത്തിയോ അദ്ദേഹം? കുടി അങ്ങോട്ട് നിർത്തിയതല്ല, അതിന്റെ സ്റ്റൈൽ അങ്ങ് മാറ്റി. സ്റ്റൈൽ ഒന്ന് മാറി. ഇപ്പൊ അച്ഛൻ തല കീഴാണ് മദ്യം കുടിക്കുന്നത്. വെരി ഗുഡ്, അടിപൊളി. യോഗ പഠിച്ചിട്ട് കൂടിപ്പോയി. അതെ അതെ, കൂടിപ്പോയി. ഞാൻ ഒരു കാര്യം തുറന്നു പറയണമെന്നൊന്നും തോന്നരുത് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് മാഷേ ഇഷ്ടപ്പെട്ടില്ല, മാഷി പറയണ യോഗ ഇഷ്ടപ്പെട്ടില്ല. കുട്ടി അങ്ങനെ പറയരുത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു യോഗ കുട്ടി ചെയ്തേ പറ്റത്തുള്ളൂ. ചെയ്യണം. ചെയ്തേ പറ്റൂ. ചെയ്യണം. നിസ്സാര കാര്യമാണ്. ഒന്ന് ചെയ്തോളൂ. ശ്വാസം വലിച്ചേക്ക് മുമ്പിൽ എനിക്കും എല്ലാം പറ്റിയ നിങ്ങളാണ് ഉത്തരവാദിത്തം പറയുന്നത്. ഒരു കുഴപ്പമില്ലെന്ന് ചെയ്തു, ധൈര്യമായിട്ട് ചെയ്തോളൂ. ശ്വാസം അകത്തേക്ക് വലിക്കൂ, പുറത്തേക്ക് വിടൂ. കണ്ണടയ്ക്കൂ, അകത്തേക്ക് വലിക്കൂ, പുറത്തേക്ക് വിടൂ. അകത്തേക്ക് വലിക്കൂ, പുറത്തേക്ക് വിടൂ. അകത്തേക്ക് വലിക്കൂ, പുറത്തേക്ക് വിടൂ. ഇതൊരു ആസനമല്ല. നമ്മൾ വന്നോളം പോലെ നമ്മളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളെ ഇച്ചിരി നേരം അവിടെ നിന്ന് വലിക്കട്ടെ. ഇത്ര നേരം വാ നാട്ടിൽ നിന്ന് കിടക്കുമല്ലോ. അപ്പൊ ആശാൻ പണി കൊടുത്താണ്. കുട്ടി ചത്തോ, ശ്വാസം വിടാൻ പറ. നീ പറഞ്ഞതുകൊണ്ട് ഞാൻ കേൾക്കും. പൂർവ്വസ്ഥിതിയിലേക്ക് വരൂ. എങ്ങനെയുണ്ട്? നല്ല സുഖം തോന്നുന്നുണ്ട്. അതാണ് ഇതിന്റെ സുഖം. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തായാലും നമ്മുടെ ഗസ്റ്റ് ആയിട്ട് ഈ ഫ്ലോറിലേക്ക് വന്നാലേ കുറച്ച് ചിക്കൻ സൂപ്പ് എടുക്കട്ടെ. ആശാ സസ്യഭൂക്ക. പോട്ടെടാ പോട്ടെ. കുട്ടി അറിയാതെ പറഞ്ഞു പോട്ടെ. കുട്ടി അറിയാതെ കുട്ടിയെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു. എന്തൊരു മണം കയ്യില്. അത് ഇന്നലെ കഴിച്ച പൊറോട്ട ചിക്കൻ. യോഗ തുടങ്ങാം. എനിക്ക് ഇഷ്ടപ്പെട്ടു യോഗ. ശരി, യോഗ തുടങ്ങാം. പായടാം. അല്ലെ ഇത് ഈ പായൊക്കെ വിരിക്കുന്നത് അഭ്യർത്ഥിക്കാൻ പാടില്ല. അയ്യോ അതല്ല, 24 മണിക്കൂർ ഇവന്റെ കൂടെ പാകാണ്. അത് മറ്റൊന്നുമല്ല, ജോലിക്കും കൂലിക്കും പോകാതെ വീട്ടിൽ നിന്ന് പെണ്ണുമുള്ള പറഞ്ഞ് ഇങ്ങനെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, കിടക്കാം. ഇങ്ങനെയാണെങ്കിൽ കിടക്കുന്ന പായ എടുത്തു പൊയ്ക്കോളാന്ന് പറഞ്ഞു. അന്ന് പോലെ ഈ പായ അവന്റെ കച്ചത്ത്. പിന്നെ നമുക്ക് യോഗയ്ക്ക് ഒരു പ്രയോജനമാണ്. രണ്ടുപേരും കയറി നിൽക്കും. കയറി നിന്നാ മതിയോ? കാലടിപ്പിച്ച് ചേർത്ത് പിടിക്കും, കൈ അടിച്ച് അടുപ്പിച്ച് വെക്കും. നീ അങ്ങോട്ട് എടുക്കാനല്ല, നിന്റെ എല്ലിലോട് ഈ കൈ ഒന്ന് ചേർക്കാൻ. ചേർത്ത് പിടിക്കും. താടി ഉയർത്തു, കുറച്ചുകൂടി ഉയർത്തട്ടെ, മലർക്കട്ടെ. കണ്ണടയ്ക്കാൻ. നീ എന്താടാ കണ്ണടയ്ക്കാത്ത? ഞാൻ കണ്ണടയ്ക്കാനാ? ഞാൻ കണ്ണടച്ച് കഴിഞ്ഞാൽ ആശ എന്തെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുപോയി എന്റെ തലയിൽ വെക്കുമോ? ഒരു കാര്യം ഇരിക്കും. ഇതിനാണ് അവനെ കൊണ്ടുവന്നത്. ഇരുന്നു സ്വസ്ഥമായിട്ടിരുന്നു. ഇനി കണ്ണുകൾ അടയ്ക്കൂ. ശ്വാസം മെല്ലെ അകത്തേക്ക് വലിക്കൂ, മെല്ലെ പുറത്തേക്ക് വിടൂ. അകത്തേക്ക് വലിക്കൂ, പുറത്തേക്ക് വിടൂ. ഹലോ, കണ്ണടയ്ക്കാൻ പറഞ്ഞപ്പോഴെങ്കിൽ ഉറക്കം തുടങ്ങിയോ? ഞാനല്ല ഉറങ്ങുന്നത്, നിങ്ങളുടെ ശിഷ്യനാ. എടാ വിസില് വിഴുങ്ങാൻ ഞാൻ പറഞ്ഞോ? ഇങ്ങനെ ശരിയാവത്തില്ല. എന്നാ പിന്നെ ഒരു കാര്യം, ആശാൻ കിടന്ന് ഉറങ്ങും. അയ്യേ, ഒരു യോഗാചാര്യനാണോ ഇത്തരം മ്ലേച്ഛമായ ഭാഷകൾ സംസാരിക്കുന്നത്? ഈ മുഖത്ത് നോക്കി പിന്നെ ഞാൻ മമ്മൂട്ടി എന്ന് വിളിക്കാൻ പറ്റുമോ? കറക്റ്റാ. മാഷ് ചെയ്ത് കാണിക്കും. ഞാൻ ചെയ്യാനോ? പ്ലീസ് ചെയ്ത് കാണിക്കൂ. ഒന്ന് ചെയ്ത് കാണിക്കണം. ചെയ്യാം, ഞാൻ ചെയ്യാം. ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കൂ നമ്മുടെ യോഗാചാര്യൻ. കയ്യെത്തുന്നിടന്ന് മനസ്സെത്തുന്നില്ല, മനസ്സെത്തുന്നിടന്ന് കയ്യെത്തുന്നില്ല. അതെ, വല്ലപ്പോഴേക്ക് ശരീരം ഒന്ന് ഇളകണം, നെയ്യൊക്കെ ഒന്ന് ഉരുകണം. ഞാൻ കണ്ട്. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ തമ്മിൽ ഇങ്ങനെ തർക്കിക്കണ്ട. നിങ്ങൾക്ക് ഞാനൊരു യോഗ പറഞ്ഞുതരാം, അതൊന്ന് ചെയ്യാൻ പറ്റുമെന്ന്. ഓക്കെ, ഞാൻ ഇങ്ങനെ 1 എന്ന് പറയുമ്പോഴേക്കും മാഷ് മുകളിലേക്ക് ചാടണം. ഓക്കെ, ഞാൻ 2 എന്ന് പറയുമ്പോൾ താഴേക്ക് വരണം. പറ്റില്ല. കുട്ടി 1 എന്ന് പറയുമ്പോൾ ഞാൻ മുകളിലേക്ക് ചാടും. കുട്ടി 2 എന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ അത്രയും സമയം അന്തരീക്ഷത്തിൽ ഇരിക്കണ്ടേ? എനിക്ക് എത്രയോ പേരെ യോഗ പഠിപ്പിക്കാനുണ്ടോ? ഞാൻ അന്തരീക്ഷത്തിൽ നിന്ന് മതിയോ?
അത് പോരാ, അതുകൊണ്ടാണ് അത് പറ്റില്ല എന്ന് പറഞ്ഞു. ഫോൺ 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 കോൾ. ഹലോ. അയ്യോ ഒന്നുമല്ലെന്നേ, ഞാൻ അച്ഛനെ യോഗ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങോട്ട് വിളിച്ചത്. താങ്കളുടെ അച്ഛനെ? അതെന്താന്ന് വെച്ചാല് അച്ഛനെ യോഗ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛനോട് മുകളിലേക്ക് ശ്വാസം വലിക്കാൻ ഞാൻ പറഞ്ഞു. അച്ഛൻ മുകളിലേക്ക് ശ്വാസം വലിച്ചു, താഴേക്ക് വിടാൻ പറയുന്നതിന് തൊട്ടുമ്പാണ് ഫോൺ വന്നത്. ഞാൻ ഫോൺ വന്നത് ഇങ്ങ് പോന്നു. എപ്പോഴും അങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് പോവാ. പെട്ടെന്ന് തന്നെ പോകണ്ട, മുറ്റത്ത് നിൽക്കുന്ന മാവ് വെട്ടിയാൽ മതി.